നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നൂങ്ചാങ് ട്രോപ്പിക്കൽ ഗാർഡനിൽ കൂടിയാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ, ഒരു സമ്പന്ന തായ് കുടുംബത്തിൻ്റെ പിൻഗാമിയും വിദേശ സസ്യജാലങ്ങളുടെ ശേഖരണക്കാരനുമായ കബോൺ തൻസാച്ചയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പൂന്തോട്ടം. നൂങ്ചാങ് ബൊട്ടാണിക്കൽ ഗാർഡൻ അദ്ദേഹത്തിൻ്റെ അമ്മ നൂങ്ചാങ് തൻസാച്ചയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. 1950 സ്ഥാപിച്ചത്. പിന്നീട് കാലാകാലങ്ങളിൽ ഡെവലപ്പ് ചെയ്താണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ എത്തിയത്. ഒരു ഫലവൃക്ഷത്തോട്ടം ഉണ്ടാക്കുക എന്നതായിരുന്നു ആദ്യ ഉദ്ദേശം. എന്നാൽ പിന്നീട് ബൊട്ടാണിക്കൽ ഗാർഡനായും എൻ്റർടൈൻമെൻറ്റ് സെൻ്ററായും മാറി. ഗാർഡനിങ് പ്രേമികൾക്കും ഹോർട്ടിക്കൾച്ചറൽ വിദ്യാർത്ഥികൾക്കും ഇത് ഡിസ്നി ലാൻഡ് പോലെയാണ്. 1980 ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തത്. ഏകദേശം 1000 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ഗാർഡൻ. സഞ്ചാരികൾക്ക് നടന്ന് കാണണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ എടുക്കും. അതുകൊണ്ട് ഇലക്ട്രിക് ബഗി പോലുള്ള ചെറിയ വാഹനത്തിലാണ് സഞ്ചാരികളെ ഈ ഗാർഡൻ കാണിക്കുന്നത്. ഒരു ദിവസം ഏകദേശം 5000-ഓളം പേരാണ് ഈ ഗാർഡൻ വന്ന് സന്ദർശിക്കുന്നത്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ കാഴ്ചകൾ കണ്ട് അഭിപ്രായം പറയും. ഗാർഡൻ ഫുള്ള് കണ്ട് ഇതുപോലെയുള്ള ഒരു 20 മിനിറ്റോളം ഉള്ള ഒരു ഡ്രൈവാണ്. 2 സൈഡും നിങ്ങൾക്ക് ഓരോ കാഴ്ചകൾ കണ്ട് പോവാം. എല്ലാം കവർ ചെയ്യണം.สวนที่ใหญ่มากมีพื้นที่ 1,700 เอเคอร์ซึ่งใหญ่มากแล้วก็มีพันไม้หายากtree farm flying very hard from Africa South Africaพื้นที่ตรงนู้นเป็นสวนพุทธศาสตร์นะคะไม่วิจินอันไกจินcoconut seed yes very hard fire นะ yes from Africa South Africa very hard to find coconut tree here yes there are lot of coconut trees in our place ഇവിടെ coconut tree ഇവിടെ coconut tree വളരെ കുറവാണ് rare ആണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഫോട്ടോ സ്റ്റോപ്പില്ലേ സ്റ്റോപ്പ് ഉണ്ട്. ഫസ്റ്റ് ഈ വണ്ടിയിലുള്ള സൈസിങ് അത് കഴിഞ്ഞിട്ട് ഫ്രീ ആണ്. ഇവിടെയൊക്കെ സൈസിങ് വണ്ടിയിലുള്ള സൈസിങ് മാത്രമേ ഉള്ളൂ. വണ്ടി കയറി കണ്ട് പോവുക. വണ്ടി cannot stop.
ഓട്ടോ ഇവിടെ വണ്ടി നിർത്തത്തില്ല. ഇവിടെ ഇതുപോലെ വണ്ടിയിലിരുന്ന് പോകാനേ പറ്റത്തുള്ളൂ. ഇവിടെ സ്റ്റോപ്പില്ല. ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം അവര് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് എൻട്രി ഇല്ല. Go slowly. Adenium nursery. നമ്മളവിടെയൊക്കെ ഇത് ചെറുതാണല്ലേ ഉള്ളത്? നമ്മളവിടെയൊക്കെ ഇത് ചെറുതല്ലേ ഉള്ളത്? ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, ഇത് ഭംഗിയുള്ളതാണ്. ഇത് ടോട്ടൽ 1700 ഏരിയ ഉണ്ട് കംപ്ലീറ്റ്. ഇത് ഫുള്ള് നമുക്ക് വണ്ടിയിലിരുന്നാണ് കറങ്ങാൻ പറ്റുന്നത്. അവിടെ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. നടക്കാനായിട്ട് അതാ പറഞ്ഞ ഇവിടെ 1700 ഏരിയ ഉണ്ട്. എല്ലാ
എത്തത്തില്ല. പിന്നെ അവരുടെ റൂളിൽ വെച്ചിട്ട് അവരിട്ടേക്കുന്ന സൈറ്റ് സീയിങ് ഓൺലി ബൈ ബസ്, പ്രൈവറ്റ് ആയിട്ടുള്ള സൈറ്റ് സീയിങ് ഇല്ല.